Hi everybody, this is Shweta. My name is Inter and welcome to our channel. It's time for next scene from movie Abraham Osler, so let's watch it. Oh, blood. Oh, someone murdered, I guess so. Oh, even he's here. It was his birthday, na? Yes. ഫോർമാലിനല്ലേ അപ്പോൾ ഡോഗ് സ്കോഡ് പാടില്ല എന്നായിരിക്കും ഉദ്ദേശിച്ചത്. Oh. പെട്ടെന്ന് വൻതോതിൽ രക്തസ്രാവം വന്നുള്ള മരണം. Okay. ബട്ട് തുടയിലാണ് മുറിവ്. വൈ നോട്ട് സംവെയർ ഈസി സർ? A letter. സംഭാഷണങ്ങൾ നിലയ്ക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. Music. Oh. Nice. ആരാണ് ആദ്യം കണ്ടത്? മായ എന്ന പേരുള്ള പെൺകുട്ടിയാണ് ആദ്യം കണ്ടത്. പിന്നെ സിസ്റ്റർ ജ്യോതി ഉണ്ടായിരുന്നു കൂടെ. ആരാണ് ആക്സിഡന്റിന്റെ കാര്യം മണിയെ ഇൻഫോം ചെയ്തത്? എനിക്കറിയില്ല. ഒരാൾ ഫോണിൽ വിളിച്ച് പറഞ്ഞു. ഏതാണ്? മാഡം കണ്ടിട്ടൊരു ഗൾഫ് നമ്പർ പോലെ തോന്നി. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ ക്യാബ് കാത്തു നിൽക്കുമായിരുന്നു. അപ്പോഴാണ് നവീനെ ഫോൺ വിളിക്കുന്നത്. 4-2 ഒരു 0. Okay. ഇന്റർനെറ്റ് കോളാണല്ലോ. Internet coins. മണി സാർ, ഇത്തരം ആക്സിഡന്റ് കേസുകൾ വരുമ്പോൾ വേറെ ഏതെങ്കിലും ആശുപത്രിക്ക് കൊണ്ടുപോകാറുണ്ടോ? ഇല്ല സാറേ, മാക്സിമം ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവരാറ്. കാരണം ഞാൻ ഇവരായിട്ടാണ് ഒരു ടൈം. ഈ ആശുപത്രിക്കോ നിങ്ങൾക്കോ ശത്രുക്കളാരെങ്കിലും? അറിയില്ല സർ. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കും. സംസാരിക്കുന്നവരുടെ ഫോൺ കട്ടായി. രാത്രി കൃത്യം 11:09. Oh, again. നവീന്റെ ബൈക്ക് ആക്സിഡന്റ് ആയതിനു മുമ്പ്, അതായത് 11:01 ഈ അപകടത്തിന്റെ കാര്യം പറഞ്ഞ് മണിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്. കാരണം ആ സ്പോട്ടിലേക്ക് മണി മാത്രമേ ആദ്യം എത്താവൂ. Okay. എന്നാൽ മാത്രമാണ് നവീൻ കൃത്യമായിട്ട് ഈ ആശുപത്രിയിൽ തന്നെ എത്തൂ. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് നവീൻ മരിക്കാവൂ. Okay. അച്ഛൻ തുടങ്ങിയത് ആ സമയത്ത് ഞാൻ ലണ്ടനിലെ. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷമാവും. ആരും നോക്കാനില്ലാതെ ഈ ഹോസ്പിറ്റൽ പൂട്ടേണ്ട അവസ്ഥ വന്നപ്പോൾ ഞാൻ ലണ്ടനിലെ ജോലി രാജിവെച്ച് ഇത് ഏറ്റെടുക്കുമായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ ഇപ്പൊ തന്നെ റെനോവേഷൻ ചെയ്യുന്നത് ഡോക്ടർ അരുൺ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞങ്ങളൊന്ന് പച്ച പിടിച്ച് തുടങ്ങിയത് മാഡം. ഹോസ്പിറ്റലിൽ പലയിടത്തായിട്ട് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. CCTVകളാണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല. വളരെ പ്ലാൻഡ് ആയിട്ടൊരു മർഡർ നടക്കുന്നു. എന്തൊരു കോയിൻസിഡൻസ് അല്ലേ? Okay. ഞാൻ നവീന്റെ കേസ് ഷീറ്റ് കണ്ടിരുന്നു. പ്രശ്നം ഇല്ല എന്നുള്ളത് അതിലുണ്ടായിരുന്നു. അപ്പോ നവീൻ ഇവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം അതിന്റെ ഡീറ്റെയിൽസ് കില്ലർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കൊലയാളികൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. സിസ്റ്ററെ, ഈ ഹോസ്പിറ്റലിലെ ഒരാളുടെ മെഡിക്കൽ ഫയല് ഹെഡ് നഴ്സിന്റെ ഉത്തരവാദിത്വത്തിലല്ലേ കൈകാര്യം ചെയ്യപ്പെടുന്നത്? അതെ. നവീന്റെ കേസ് ഫയല് ആരൊക്കെ കണ്ടിട്ടുണ്ടാവും? അല്ലെങ്കിൽ സിസ്റ്റർ ആരെയൊക്കെ കാണിച്ചു? സർ, ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല സർ. ഉറപ്പാണോ പിന്നെ സിസ്റ്റർ? ഉറപ്പാണ് സർ. ഫയലുകൾ എപ്പോഴും നഴ്സിംഗ് സ്റ്റേഷനിൽ തന്നെയാണ് വെക്കാറുള്ളത്. നഴ്സാറിന് അവിടെ എപ്പോഴും ആളുണ്ടാവും. നവീൻ മരിച്ചതുപോലുള്ള സമയങ്ങൾ ഒഴികെ എപ്പോഴും അല്ലേ? എന്റെ പൊന്നു മോനെ. സോറി ഡോക്ടർ, യു നോ ദി പ്രോട്ടോകോൾ. ചോദിച്ചോളൂ. നവീന് ശത്രുക്കളാരെങ്കിലും? ഞങ്ങളുടെ അറിവിലില്ല. എന്നേക്കാൾ കൂടുതൽ ഭാര്യയ്ക്ക് അവനോട് അടുപ്പം. ഈ വിവരം അറിഞ്ഞപ്പോ മുതല് ഞാൻ അവളോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടറോട് എന്നെ കൊല്ലാൻ മാത്രമുള്ള ശത്രുത ആർക്കും എന്നോടില്ല. Okay. സംഭാഷണങ്ങൾ നിലയ്ക്കട്ടെ. അങ്ങനൊരു വാചകം
ഡോക്ടർക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു പരിചയം തോന്നുന്നുണ്ടോ? നാം പരിശീലിച്ചിരിക്കുമ്പോ നമ്മുടെ മക്കൾ മരിക്കുന്നത് കാണുന്നതിനേക്കാൾ വലിയ ട്രാജഡി ഇല്ല സാർ. Okay. അതുകൊണ്ട് തന്നെ രക്തസ്രാവം വളരെ കൂടുതലായിരിക്കും. ദേ ഇവിടെ ഇൻഗ്വൈനൽ ലിഗമെന്റിന് താഴെയായി 6 സെന്റിമീറ്റർ നീളത്തിൽ ആഴത്തിലാണ് മുറിവുള്ളത്. മറ്റു മുറിവുകൾ ഒന്നും തന്നെയില്ല. എന്നാ ആക്സിഡന്റിനെ പറ്റിയ ചില മുറിവുകൾ ഒഴിച്ചാൽ പിന്നെ ശരീരത്തിൽ അങ്ങനെ ബലപ്രയോഗം നടത്തിയതായിട്ട് യാതൊരു ലക്ഷണമില്ല. ഇയാളുടെ വലത്തെ തുടയിൽ നിന്നുള്ള ബ്ലീഡിങ്ങിൽ നിന്നാണ് നവീൻ മരിച്ചിരിക്കുന്നത്. കൊലപാതക ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിരിക്കാം അല്ലേ സാർ? കൊലയാളിക്ക് നല്ല മെഡിക്കൽ നോളജ്, medical professional. എസ്പെഷ്യലി ഹിസ് anatomical knowledge is accurate. But in my reading, Okay. sir, what do you mean? See, ഈ ഇൻസിഷൻ താഴേക്ക് പോകുന്തോറും സ്ലാൻഡിംഗ് ആണ്. സ്ലാൻഡിംഗ് അല്ലാത്തൊരു ഇൻസിഷൻ ഇടാൻ ഇറ്റ് നീഡ്സ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, which apparently he doesn't have. Okay. Sir, അപ്പോ മർഡറിന് ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺ ഇറ്റ്സ് എ നമ്പർ 11 സ്കാൽപ്പൽ, ബോത്ത് പോയിന്റിംഗ് ആൻഡ് പിയേഴ്സിംഗ്. Oh. നമ്മുടെ സർജൻസ് ആഴത്തിൽ മുറിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്കാൽപ്പൽ. ഫോർമലിൻ ടാബ്ലറ്റ്, സ്കാൽപ്പൽ, ബർത്ത്ഡേ കാർഡ്, ആക്സിഡന്റ് ഉണ്ടാക്കൽ. Kind of strange, അല്ലേ? Oh. So the accident was also planned maybe. എല്ലാം യൂസ്ലെസ് ആണ് സാർ. സാർ, ഇത് തച്ചങ്കര പാലത്തിനടുത്തുള്ള പെട്രോൾ പമ്പിലെ വിഷ്വൽസ് ആണ്. പാലം കഴിഞ്ഞ് ഏകദേശം 1/2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ പമ്പ്. നവീന്റെ ഫോൺ ഏകദേശം 12ഓളം വാഹനങ്ങളാണ് അതുവഴി കടന്നുപോയിട്ടുള്ളത്. സർ, നവീന്റെ ബൈക്ക് ഇടിച്ചു വീഴ്ത്തി പ്രശ്നങ്ങളില്ലാതെ പോകാൻ മാത്രം വലുപ്പത്തിലുള്ള 8 വണ്ടികളുണ്ട് ഈ കൂട്ടത്തിൽ. ഈ ബൊലേറോയും ലോറിയും ഉൾപ്പെടെ. Try to locate all of them. നവീന്റെ പൊട്ടിയ മൊബൈലിലുള്ള ഡാറ്റ റിക്കവർ ചെയ്യണം. Get all the necessary help. Okay. ഈ പാലത്തിൽ ആക്സിഡന്റ് നടന്നപ്പോ Okay, this സ്വാഭാവികമായിട്ട് was the അതിൽ thing. കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു. CCTV ഉണ്ടോ? CCTV വർക്കിംഗ് അല്ലേ? വർക്കിംഗ് ആണ് സാർ. സാർ, കൊല്ലപ്പെട്ട നവീന്റെ ഫോൺ റെക്കോർഡ്സ് ആൻഡ് കോൾ ലിസ്റ്റ് എല്ലാം നോക്കി. ആൾക്ക് ഇത്തിരി ഫ്ലേട്ടിംഗ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ സംശയിക്കാനായിട്ടൊന്നുമില്ല. Okay. പറയത്തക്ക ശത്രുക്കൾ ആരുമില്ലാത്ത IT പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. Strange. Yeah, actually it was a simple. Actually, It was a murder. So we was first like what she saw. Remember the last scene? Yeah. So he is murdered, but he is murdered like smartly. I think so. The accident was also caused like the investigation is going on. I think so. The previous scene, the doctor even asks that he need that, that 11-point that tool for operating. Yeah. So is it a doctor or but why? Because like they say, Lack of practice. He's a doctor, but he's not practicing. Yeah. And even he only the one who used, because he he's only like he used that only. Yeah, no, he used a different scalpel, of course. I think so. We have to see. We have to see now because this is like getting interesting and like because the thing is, as per the investigation, the accident was also planned in such a way that that guy should go to the same hospital. Same hospital, yeah. And someone called that ambulance driver because he knew that this ambulance driver will take him to that hospital because he had ties with that hospital. Absolutely true. And it was his birthday also, so he prepared everything. And because there was a note, yes. to happy birthday something. Yes, like and that, also some message was written, and he was checking with everyone. And there was some message written there in the. So he asked the father also, like, do you have? He's trying to. They are trying to check with doctors, everyone, and everything. But this is. I like that BGM when it was started. The starting of. The when he started looking at the camera, the BGM was very nice. But he's still hallucinating if you see. Yeah, the sparrow. BGM, yeah, parrot. Not pigeon, Yeah, it's parrot. it's a parrot. Yeah, actually. Not actually parrot. Call it something else, of course. But it's a kind of a parrot, of course. Okay. Cool. So meanwhile, guys, do like, subscribe, Share, comment, click on the bell icon.